എടി മോളെ എലിസബത്ത്, എലിസബത്ത് ഓ ഇങ്ങോട്ടൊന്ന് വന്നേടി. മോളെ, എടി മോളെ, നിന്നോട് നിന്റെ ചേച്ചി എന്തോ പറഞ്ഞത്? ചേച്ചിക്ക് സങ്കടമുണ്ട്. ആ ഡാഡി ആ കാർഡ് കീറിക്കളഞ്ഞതിൽ. എടി അവക്ക് വട്ട്. ഞാൻ പറഞ്ഞാട്ട് നീ അവളോട് എന്ന് പറ അവക്ക് വട്ടാണെന്ന്, കേട്ടോ? നിങ്ങളെ രണ്ടിനെയും നല്ല രീതിയിൽ അയച്ചു കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പൊരിവേലത്ത് കിടന്ന് പാളം മുറുക്കുന്നതും റെയിൽ നിരത്തുന്നതെല്ലാം. മനസ്സിലായോ? അല്ല, നിങ്ങൾക്ക് തോന്നിയ വഴിക്ക് വിടാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഞാൻ വിടുമെന്ന് വിചാരിച്ചെങ്കിൽ അത് അവക്ക് പറ്റിയ മണ്ടത്തരം. നീ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത്? നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളൊരു സംഗതി, നീ അവളെ കണ്ടു പഠിക്കരുത്. അവളുടേത് മാതിരി തോന്നിയാസങ്ങൾ കാട്ടാൻ തുടങ്ങരുത്. നിന്റെ അമ്മച്ചിക്ക് എന്നുവരെ അടി നൈറ്റ് ഡ്യൂട്ടി? 31st വരെ. 31st വരെ. അപ്പൊ അത് കഴിഞ്ഞ ഡേ ഡ്യൂട്ടി. ആ, നീ എവിടെയായി പോകാൻ തുടങ്ങുന്നേ? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഡാഡി. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഉണ്ടോ? എങ്കിൽ പോരുന്ന് പഠിക്ക്. എന്നാ പിന്നെ നേരത്തെ നിനക്കിത് പറഞ്ഞുകൂടായിരുന്നോ? ചെല്ലിയല്ലേ. എന്റെ മോള് വൃത്തിയായിട്ട് പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് മേടിക്കണം. മിടുക്കിയായിട്ട് മാർക്ക് മേടിക്കണം. ഇത് അതിശയമാണല്ലോ. അല്ല, സാധാരണ പാതിരാക്കി വന്നിട്ട് വെളുപ്പിനെ സ്ഥലം വിടുന്ന ആള് കാലത്തെ വന്നപ്പോ ഇവനിവിടെ കിടക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അതിശയിച്ചു. ഇതെന്താ ഇങ്ങനെ പതിവില്ലാതെ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ഏതായാലും റീത്താമാവിക്ക് സന്തോഷമായി. ഇത്തവണ ആന്റണി ഉള്ളതുകൊണ്ടേ. അത് നേരെ. ആ കുഞ്ഞിന് ഇപ്പോഴാ ഒരു ജീവൻ വെക്കുന്നത്. നമുക്കും ഇനിയിപ്പോ വന്നാലൊന്നും മിണ്ടാനും ഉരിയാടാനും ഒരാളായി. ഇന്നു മുതൽ ഇവൻ നിനക്ക്. നമ്മുടെ പഴയ വാഹനമാ. ഇപ്പോഴും ഒന്ന് ഓയിലിട്ട് എടുത്താൽ ഏത് റാലിക്കും ധൈര്യമായിട്ട് കൊണ്ടുപോവാം. താങ്ക്സ്. ഒന്ന് ചവിട്ടി നോക്ക്. ഏയ്, നോക്കാനൊന്നുമില്ല. ആഹാ, കൊച്ചു കോളടിച്ചല്ലോ. അങ്ങനെയാ കൊള്ളാവുന്ന കസിന്മാരുണ്ടെങ്കിൽ. മൂക്കും കുത്തി വീഴല്ലേ അഭ്യാസം കാണിച്ചിട്ട്. മതി മതി. ഹായ്. അവന് കൊടുത്തു. നന്നായി. വണ്ടിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു അവകാശം വന്നു. ദാ, ഇന്ന് മുതൽ ബസ്സിൽ പോക്ക് നിർത്തി. സൂക്ഷിച്ചേ പോകാവൂ. എനിക്ക് ഇവിടുത്തെ ട്രാഫിക് പേടിയാ. അതൊക്കെ അവൻ എക്സ്പേർട്ട് അല്ലേ മമ്മ. മാവേലിക്കര ഭാഗത്തൊക്കെ ഇവന് സൈക്കിളജ്ഞമായിരുന്നു പണി. ബസ്സിൽ പോക്ക് നിൽക്കുമ്പോ എന്താ മേരി? അതോ, ബസ്സിൽ പോക്കിലൊരു കൂട്ടുകിട്ടി വരുമായിരുന്നു കൊച്ചിന്. സൈക്കിളിലാവുമ്പോ ആ കൂട്ടങ്ങ് പോകും. അതെന്താ ഈ കൂട്ട്? അപ്പുറത്തെ ഇളയ കൊച്ചും ഈ കൊച്ചിന്റെ ബസ്സല്ല പോക്ക്. അതിന് രണ്ട് കോളേജിലാണല്ലോ. ആ, എന്നാലും കൊറേ വഴി ഒന്നിച്ചാ. ഈ മേരിക്ക് വട്ട വെച്ചായ വേറൊരു കൂട്ടും കൂടെ ആവുന്ന കോള് കാണുന്നുണ്ട്. പക്ഷെ നല്ല ഒച്ചാത്. എനിക്കിഷ്ടമാ. ആ ഇളയതിനെ പോലല്ല. നല്ല അടക്കവും ഒതുക്കവും. എന്തോ നിങ്ങൾ ഈ പറയുന്നത്? ആരെ പറ്റിയ ഇത്? കൊച്ചിന്നും പോകുകയല്ലോ. പിന്നെ പോണം. പോവും. കാണാം നമുക്ക്. ആശാരിപ്പണി അറിയാലോ. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ലാന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ. 10 വരെ പഠിച്ചുള്ളൂ? അതെന്ത് പറ്റി? തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ. വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്. റീതാമാവി പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം?
മമ്മ പറയുന്നേ പാതിയേ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈൻയാർഡ്സാ? ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ വേണ്ട, പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മാർക്കറ്റിലേക്കാ? ആ, ഞാൻ കൊണ്ടുപോവാ. സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി? എങ്ങും പോയില്ല. എങ്ങും? എങ്കി വാ, ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കൂട്ടത്തിൽ മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ? വായിച്ചു. എന്നിട്ട് ഒന്നുമില്ല. ഒരു ആ ബാങ്ക് തരൂ. കം, അവിടെ ചവിട്ടിട്ട്. എന്താ ഇവിടെ നിൽക്കുന്നേ? ചുമ്മാ കോളേജിൽ നിന്ന് ഇവിടം വരെ ചവിട്ടിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നിന്നതാ. കൃത്യം ഇവിടെ എത്തി ക്ഷീണിച്ചോ? ആന്റണി ഇച്ചാൻ ആള് ഭയങ്കര സാധനോ. അതൊക്കെയുണ്ട്. എന്നാലും എന്തോ സോഫിക്ക് പുള്ളി വന്നത് പിന്നെ എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയമില്ല. ആണോ? ഇച്ചാൻ ഇതിനിടെ ഒരു പണി പറ്റിച്ചു. ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം. പറയത്തില്ല. പുള്ളി സോഫിയെ കൊണ്ട് മൈസൂർ മുഴുവനൊന്ന് ചുറ്റിന്നാ തോന്നുന്നത്. നീയാണോ? ആ. ആന്റണി അങ്ങനെ അറിഞ്ഞു? പേര് എന്നോട് സംശയം പറഞ്ഞു. ഞാൻ കയറി ടാങ്കിലോർ ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് 2-3 മുല്ലപ്പ് കിട്ടി. ക്വസ്റ്റനിങ്ങിൽ പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട്. അമ്പടി കള്ളി, ഞാൻ വാച്ച് ചെയ്തോളാം. ദേ, സംഗതി പബ്ലിക് ആയിക്കളല്ലേ? ഇല്ലെന്നേ, പാവം പോലെ ഇരുന്നിട്ട്. ഡാഡി ഉണ്ടോ വീട്ടില്? ഇല്ല. ഓഫീസിൽ നിന്ന് വന്നില്ലേ? എന്നേക്കാ മുൻപ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണല്ലോ. സോഫിയ എവിടേക്കാ? മാർക്കറ്റിലേക്ക്. സന്ധ്യയ്ക്ക് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞത്. ആരാ ഇയാള്? ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ, വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നത്. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും.
എന്ത് നമ്മളിവിടെ കണ്ടോ? ആ. പറഞ്ഞാലെന്താ? നമ്മൾ നെയ്ബേഴ്സ് റോഡിൽ വെച്ച് കണ്ടു, സംസാരിച്ചു എന്ന് പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ? വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും. ഡാഡിക്ക് എന്താ സോഫിയയുടെ ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന ആണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ, ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുക പോലും ചെയ്യാതെ. അങ്ങേര് എന്റെ ഡാഡി അല്ല. എന്ന് പറയുമ്പോ എലിസബത്തിന്റെ ഡാഡി അത്. സോഫിയയുടെ വളർത്തച്ഛൻ, രണ്ടാനച്ഛൻ. മമ്മി? മമ്മി എന്റെയും കൂടെ മമ്മിയാ. അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? ആ. കുട്ടിയുടെ ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട്. വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. സോഷ്യൽ ഏരിയയായ ഭാര്യയും 2 മിടുക്കന്മാരെ ആൺമക്കളൊക്കെ ആയിട്ട്. അദ്ദേഹത്തിനിപ്പോ ഞാൻ ബാച്ചിലർ ഡേയ്സിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്ര. അദ്ദേഹം മമ്മിയെ മാരി ചെയ്തിരുന്നില്ലേ? വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കെട്ടിയില്ല. പിന്നെ കാണാറുണ്ടോ സോഫിയ അദ്ദേഹത്തിനെ? ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ. മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല. ഈ പോൾ പൈലോക്കാരൻ എങ്ങനെയാ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന്? ഡീറ്റെയിൽസ് അമ്മച്ചിക്ക് തന്നെ അറിയൂ. അമ്മച്ചി കുറച്ചുകാലം വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു. ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട്. ഇയാളൊന്ന് വൈശാഖിലായിരുന്നു. പുള്ളി നേരത്തെ വേറെ കെട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണല്ലോ അയാളുടെ ഒരു ട്രംപ് കാർഡ്. എന്നെ അമ്മച്ചി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം. എന്ത് തോന്നിയാസിനുള്ള ഒരു ക്ലെയിമും അതാ. ഞാൻ പോട്ടെ. ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ. പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് പോവോ? മിക്കവാറും. എപ്പോഴത്തെ മാതിരി പാതിരയ്ക്കാ പോണത്? ചിലപ്പം ഇന്ന് പോവില്ല.